ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റായ സിക്കിമിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സിക്കിമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഗാങ്ടോക്ക്, പിന്നെ നാത്തുല പാസ്, ലാച്ചുങ് എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. സിക്കിമിലേക്ക് പോകാൻ ബാഗ്ഡോഗ്ര എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടെ നിന്ന് ഒരു 4 hours ജേർണി ഉണ്ട് ഗാങ്ടോക്കിലേക്ക്. ഇതാണ് ഞങ്ങൾ ഗാങ്ടോക്ക് താമസിച്ച ഹോട്ടൽ സിലാൻഡ്രോ കംഫർട്ട്. ഇവിടുത്തെ സ്റ്റേയും ഫുഡും എല്ലാം നല്ലതായിരുന്നു. എന്തായാലും ഗാങ്ടോക്ക് എത്തുമ്പോഴത്തേക്കും ഇരുട്ടാവുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ട്രിപ്പ് നെക്സ്റ്റ് ഡേ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ നാത്തുല പാസിലേക്കാണ് പോകുന്നത് നെക്സ്റ്റ് ഡേ. അപ്പം ഇതൊക്കെ നാത്തുല പാസിലേക്ക് പോകുമ്പം കാണുന്ന കാഴ്ചകളാണ്. അപ്പം നാത്തുലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാസ് എടുക്കണം. ഒരു ദിവസം മുന്നേ പറഞ്ഞാൽ നമ്മളുടെ ഡ്രൈവർ എടുത്ത് വെക്കും. അവിടേക്ക് പോകുമ്പം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം റോഡൊക്കെ കുറച്ച് ചെറുതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് പോകും. നാത്തുല പാസ് മൺഡേയും ട്യൂസ്ഡേയും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പോകുന്ന വഴി നമുക്കിങ്ങനെ കുറേ ഫ്ലാഗ്സ് കുത്തിവെച്ചത് കാണാം. അപ്പോൾ അതിനെപ്പറ്റി അത് എന്തിനാണെന്ന് നമ്മളിങ്ങനെ ഡ്രൈവറോട് ചോദിച്ചു. ये जब अपना कोई गुजर जाता है ना, अपना घर में कोई गुजर जाता है, तो उसका रिमेम्बर के लिए ये 108 ध्वजा लगाता है. 108 108 ध्वजा जो व्हाइट कलर का जो है ना, वो होता है. जो दूसरा जो कलर वाला है, येलो है, ग्रीन है, ब्लू है, ये थोड़ा वो उसमें मंत्र लिखा होता है, मंत्र वगैरह अच्छे के लिए उसका होता है. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കഞ്ചൻജംഗേൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം. ഇത് നമുക്ക് ഈ സിക്കിം ട്രിപ്പിലുടനീളം നമുക്ക് ഈ കഞ്ചൻജംഗേൻ്റെ ഓരോരോ സൈഡ് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ. ഗാങ്ടോക്കിൽ നിന്ന് നാത്തുല പാസ് വരെ ഒരു 2-3 മണിക്കൂർ ജേർണി ഉണ്ട്. പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ 2 സൈഡ് മൗണ്ടൻസ്, ഇടയിൽ റോഡ്, അങ്ങനെയായിട്ടാണ് പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സോങ്ങ ലേക്ക്. അതിന് ചാങ്കു ലേക്ക് എന്ന് ഇവിടെ ഉള്ളവർ പറയും. നമുക്ക് നാത്തുല പോയി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ ദൂരമുള്ളൂ നാത്തുല പാസ് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്കാണ്. അപ്പം ഇവിടെ സ്നോഫോൾ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും മൗണ്ടൻസിലൊക്കെ നമുക്ക് ചെറിയ സ്നോ ഒക്കെ ഇങ്ങനെ കാണാം. ഇതൊരു ഫ്രോസൺ ലേക്കാണ്. പക്ഷേ ഞങ്ങൾ വന്നതിന് നെക്സ്റ്റ് ഡേ വന്ന ടീംസിന് ഈ ഓൺ ദ വേയിലൊക്കെ കുറേ സ്നോ കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം അങ്ങനെ നമ്മൾ നാത്തുല പാസ് എത്തി. ഇതാണ് നാത്തുല പാസ്. ഇത് 14,140 ഫീറ്റ് ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ആർക്കെങ്കിലും വല്ല ബ്രീത്തിങ് ഇഷ്യൂസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മേലേക്ക് കയറാൻ നിൽക്കരുത്. മേലേക്ക് ഇനി കുറച്ചേ കയറാനുള്ളൂ. ഈ കാണുന്ന ഈ ഷെഡിനടിയിൽ സ്റ്റെപ്സ്, അത് കയറി കഴിഞ്ഞാൽ എത്താൻ പറ്റും. അവിടെ നമുക്ക് ചൈന ബോർഡർ കാണാം. ഈ കാണുന്നതാണ് ചൈനയുടെ ഫ്ലാഗ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ചൈനയാണ്. ആ ബിൽഡിങ്ങൊക്കെ ചൈനയാണ്. അവിടെ ചൈനയിലെ പട്ടാളക്കാരെ കാണാം. മുകളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. ഇനി നമ്മളിവിടുന്ന് ബാബ മന്ദിറിലേക്കാണ് പോകാൻ പോകുന്നത്. ബാബ ഹർബച്ചൻ സിംഗ് എന്ന പഴയൊരു ആർമി ഓഫീസറിൻ്റെ മെമ്മോറിയലാണ് ഈ ടെമ്പിൾ. ഇതിനെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട് ഇവർക്ക് പറയാൻ. ഈ ഓഫീസർ പണ്ട് ഡ്യൂട്ടിക്കിടെ ഒരു ഗ്ലേഷ്യറിൽ വീണിട്ടാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡ്രീമിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ബോഡി ഉണ്ടെന്നും അവിടെ ഒരു ടെമ്പിൾ പണിയണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് പട്ടാളക്കാരൊക്കെ അവിടെ പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടു കിട്ടിയെന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് അവിടെ ഇങ്ങനത്തെ ടെമ്പിളൊക്കെ പണിത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പോലെ പണിതെന്നാണ് പറയപ്പെടുന്നത്. ഈ ടെമ്പിളിൻ്റെ നടത്തിപ്പൊക്കെ പട്ടാളക്കാർ തന്നെയാണ്. ഇവിടെ ഒരു പ്രസാദം കൊടുക്കും. ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും പട്ടാളക്കാർ തന്നെയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും കിട്ടും ഈ പ്രസാദം. ഇത് നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു പൊരിയും പിന്നെ മുന്തിരിയൊക്കെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുകയാണ്. നെക്സ്റ്റ് നമുക്ക് സോങ്ങോ ലേക്കിലേക്കാണ് പോകാനുള്ളത്. അവിടെ എത്താനാകുമ്പോൾ നമുക്ക് കുറേ യാക്കിനൊക്കെ കാണാം. നിറയെ യാക്ക് റൈഡൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ വേറൊരു ഷ്രൈൻ ഉണ്ട്. ഇവിടെ ഒരു ജാനുവരി ആൻഡ് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്നോ ആയിരിക്കും. അപ്പം വേറെ തന്നെ ഒരു വ്യൂ ആയിരിക്കും.
ഇവിടുന്ന് മുമ്പോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലേക്ക് ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ ഒരു 4:30 ആകുമ്പോൾ തന്നെ നമ്മളിവിടുത്തെ സന്ധ്യ പോലത്തെ ഒരു ഇരുട്ടാവും. പിന്നെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടാവും തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പം പുറത്തിറങ്ങിയാലും ഒരു 4:30 ആകുമ്പോഴത്തേക്കും തീർക്കുന്ന രീതിക്ക് വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ. നെക്സ്റ്റ് ഡേ നമ്മൾ ഗാങ്ടോക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെയാണ് ഡ്രോഡുൾ മൊണാസ്ട്രിയും ഉള്ളത്. ആദ്യം തന്നെ മൊണാസ്ട്രിയിലേക്ക് പോകാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇവിടെ ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഉള്ള സ്ഥലമാണ് ഈ ഗാങ്ടോക്ക്. അപ്പം നമ്മൾ ഇപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൊണാസ്ട്രി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ മൊണാസ്ട്രിയിലും ഏകദേശം ഒരേപോലത്തെ സെറ്റപ്പ് തന്നെയാണ് നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പം. അപ്പം ഇതിപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും മൊണാസ്ട്രിയും രണ്ടും കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഡ്രോഡുൾ മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് പേര് പ്രയറിന് വേണ്ടി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ബുദ്ധിസ്റ്റ് ലാമാസ് നമുക്ക് കാണാം. അവർക്ക് താമസിക്കാനുള്ള ഒരു ഹോസ്റ്റൽ പോലെ ഒരു ബിൽഡിംഗ് ആണ് ഈ സൈഡിൽ കാണുന്നത്. കാരണം ഇവിടെ ഒരുപാട് ബുദ്ധിസ്റ്റ് ലാമാസ് ഉണ്ട്. അവരൊരു പ്രയർ ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ പുറമേ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പ്രേ ചെയ്യാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഈ കാണുന്ന സംഭവം എല്ലാ മൊണാസ്ട്രിയിലും കാണാം. ഇതിന് മണി ലാക്ക് എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞത് ഒരു പ്രത്യേക പ്രയർ പറഞ്ഞിട്ട് ഇതിങ്ങനെ കറക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് 4 സൈഡിലും ഉണ്ടാവും. What is the belief behind this? ഇവിടെ ഒരു ഗ്ലാസിൻ്റെ റൂമിൽ നിറയെ ദീപം തെളിയിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ 4 ഭാഗത്തു നിന്നും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇതിന് എന്തെങ്കിലും എയർ ഹോൾസ് ഉണ്ടാവും. കാരണം ഇതിന് ഫ്ലെയിം ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. അപ്പം കാറ്റില്ലാതെ ഇളകില്ലല്ലോ. What is the name of that? Manilako. Really Manilako. I think you might name it Manilako. Manilako. What is the belief behind that? You have to say the prayer and rotate that. Okay, thank you. Manilako. Okay. ഇതിനുള്ളിൽ തന്നെ ഇവരുടെ പൂജാ സാധനങ്ങളോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിവിടുത്തെ പ്രയർ ഹോളാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ അങ്ങനെ പ്രയറൊന്നും കണ്ടില്ല. കുറച്ച് ലാമാസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിയ്ക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സാണ് ഇവർ മുമ്പ് ഇരിക്കുന്നത്. അവരും കയറിയിരുന്നു. പക്ഷേ ഇവിടെ വേറെ പ്രയറൊന്നും നടക്കുന്നത് കാണാഞ്ഞപ്പം അവർ മെല്ലെ ഇറങ്ങി അവിടുന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പം ടിബറ്റോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. ആദ്യം ഇവിടെ ഹോളിഡേ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എൻട്രി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി. ഇതൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിനുള്ളിൽ കുറേ പുരാവസ്തു സാധനങ്ങളാണുള്ളത്. വിൻറ്റേജ് ക്യാമറാസ്, പിന്നെ പണ്ടത്തെ റിച്വൽസിന് യൂസ് ചെയ്ത സാധനങ്ങൾ, പണ്ടത്തെ വസ്ത്രങ്ങൾ, അങ്ങനെ പല ഐറ്റംസും. ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് ഉള്ളിലേക്കുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ കയറി കണ്ട് ഇറങ്ങി.
പിന്നെ നമ്മൾ നേരെ MG മാർഗിലേക്ക് പോന്നു. ഇതാണ് ഈ സിക്കിമിലെ, അതായത് ഗാങ്ടോക്കിലെ മെയിൻ ഷോപ്പിംഗ് മാർക്കറ്റ്. ഇപ്പോൾ സിക്കിം ട്രിപ്പ് വരുന്നവർ ഷോപ്പിങ്ങിന് വേണ്ടി ഈ MG മാർഗിൽ വന്നാൽ മതി. ബാക്കി ഏത് സ്ഥലത്ത് നിന്ന് ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറവും ഇവിടെ തന്നെയാണുള്ളത്. ഇവിടെ ഇങ്ങനെ വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്സ് മുതൽ ഇങ്ങനെ കുറേ ഫാൻസി ഷോപ്സ്, പിന്നെ നമ്മളെ മാഗ്നറ്റ്സ് ഒക്കെ ഇല്ലേ, ഐ ലവ് സിക്കിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറേ ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്നൊരു മാർക്കറ്റാണ്. പിന്നെ നമ്മൾ വിൻ്ററിൽ വന്നുകൊണ്ടാണെന്ന് അറിയില്ല, കുറേ സ്വെറ്റേഴ്സ്, വിൻ്റർ വിയേഴ്സ് അതിൻ്റെയൊക്കെ ഷോപ്സും ഉണ്ടായിരുന്നു. വിൻ്റർ വിയേഴ്സൊക്കെ അത്യാവശ്യം റീസണബിൾ റേറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ 1-2 ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ എല്ലാ മാർക്കറ്റിലും ഉള്ള പോലെ തന്നെ ഫുഡ് ഐറ്റംസിന് വേണ്ടി കുറേ ബേക്കറീസ് അങ്ങനെ കുറേ ഉണ്ട്. കുറേ ബേക്ക് ഹൗസ്, അവിടെ ഒരു ബേക്കേഴ്സ് കഫേ കാണുന്നില്ലേ, ഞങ്ങൾ അതിലൊന്ന് ജസ്റ്റ് കയറി നോക്കി. കാരണം നമ്മൾ ഏകദേശം ഒരു ഉച്ചയാവാനായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ ലഞ്ചും കഴിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ഈ ബേക്കേഴ്സ് കഫേയിൽ കയറി. ഇതോടെ ഞങ്ങളുടെ ഗാങ്ടോക്ക് സൈറ്റ് സീയിങ് കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും വിസിറ്റ് ചെയ്തില്ല. ഇവിടെ പിന്നെ ഗണേഷ് ടോക്ക്, ഹനുമാൻ ടോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ടെമ്പിൾസൊക്കെ ഉണ്ട് യൂഷ്വലി ഈ ടൂറിസ്റ്റേഴ്സൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാം. നോർത്ത് സിക്കിമിലെ കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. താങ്ക്സ്. ബൈ.